അസ്സാം വലൈക്കും എല്ലാവർക്കും താജ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ല അല്ലേ, നമ്മുടെ കോഴിക്കാലില്ലേ, കോഴിക്കാല് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് കോഴിക്കാല് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അധികം വെള്ളം വേണം കേട്ടോ. കൂടുതൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്കൊരു 6 ചിക്കൻ ലെഗ് പീസാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ വേണം, എന്നെങ്കിലല്ലേ നമുക്കതിൻ്റെ കാലിൻ്റെ എല്ല് കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നൊരു കളി കളിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 4, ഞാൻ ചേർക്കണത് ഇവിടെ ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. വലുതാണെങ്കിൽ 2 ചേർത്താൽ മതി. 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കണത്. അത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. ഒട്ടും മണ്ണും അഴുക്കൊന്നുമില്ലാതെ നല്ലതുപോലെ കഴുകിയെടുക്കണേ. എന്നിട്ട് നമുക്ക് അതും കൂടെ ഈ കോഴിക്കകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതിലേക്കൊരു 7 വെളുത്തുള്ളി അല്ലിയാണ്. അത് തൊലി വേണമെന്നില്ല കേട്ടോ, നന്നായിട്ട് കഴുകിയിട്ടാൽ മതി. എന്നിട്ട് അതും കൂടെ ചേർക്കാം. അതിലേക്കൊരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ചിക്കൻ പീസുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ വെള്ളം നിങ്ങൾ കളയണമെന്നില്ല കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ സൂപ്പായിട്ട്, നല്ല അടിപൊളി ചിക്കൻ സൂപ്പായിട്ട് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്താലും നമുക്ക് അതേപോലെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ലെഗ്സൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ഇറച്ചികളൊക്കെ ഒരു പാത്രത്തിലോട്ട് അടർത്തിയെടുക്കാം. അപ്പോൾ അടർത്തിരിക്കുന്ന സമയത്ത് അതിന് നീളത്തിൽ ചെറിയൊരു എല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും വീഴാണ്ട് അതിൻ്റെ തലഭാഗത്തും കീഴ്ഭാഗത്തും ഇങ്ങനെ ഒരു തൊപ്പി പോലെ ചെറിയൊരു എല്ലിൻ്റെ കഷ്ണം ഉണ്ടാവുക. അതൊന്നും വീഴാണ്ട് വെറുതെ ഇറച്ചി മാത്രമായിട്ട് അടർത്തിയെടുക്കാൻ നോക്കണേ. ശേഷം ഈ എല്ലുകൾ കളയരുത് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ മീറ്റില്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അരയരുത് കേട്ടോ, ജസ്റ്റ് പൾസ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മളിനി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങല്ലേ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചീകിയെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. പക്ഷേ ഇതേപോലെ ചീകിയെടുക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് കുരുമുളക് പൊടിച്ചത് കേട്ടോ, 1 ടീസ്പൂൺ ചേർക്കുക. 1 ടീസ്പൂൺ ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ഓൺലൈനിലും അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. മസ്റ്റർഡ് പേസ്റ്റ് 1 ടീസ്പൂൺ. ചില്ലി സോസ് 1 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും മസാലകളൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവണ പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുകൊണ്ട് തന്നെ 1/3 കപ്പ് നമ്മുടെ മൊസറല്ല ചീസും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മൊസറല്ല ചീസും അതുകൊണ്ട് തന്നെ കോൺഫ്ലവറും എല്ലാവരും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരണവരെ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ കാലുകളില്ലേ, ചിക്കൻ കാലുകൾ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ കാലല്ല കേട്ടോ, ചിക്കൻ്റെ കാല്. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോ വശപ്പശകൾ ഇങ്ങനെ വരികയാണേ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കാലെടുത്തിട്ട് അതിൻ്റെ ടോപ്പില്ലേ, തലയിലുള്ളൊരു തൊപ്പിണ്ടല്ലോ അതിൻ്റെ അകത്ത്, അതും അതിൻ്റെ സൈഡിലിരിക്കുന്ന ഇറച്ചിയും ഒക്കെ അടിഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിയിൽ അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഉരുള തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക. നല്ലതുപോലെ കുഴച്ചെടുക്കുക. നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ കാലിൻ്റെ മുകൾ ഭാഗമില്ലേ, അത് ഈ ബോളിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ലെഗ് പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ചെറിയ മുട്ട ആയതിൻ്റെ പേരില്ല കേട്ടോ, 2 എണ്ണം. വലിയ മുട്ടയാണെങ്കിൽ 1 എടുത്താൽ മതി. കുറച്ച് ബ്രെഡ് ക്രംസും കൊടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ അരികവശമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി.
വലിയ സ്ലൈസ് ആയതിൻ്റെ പേരിൽ ഒരു 3 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കാലുകളില്ലേ അത് പതുക്കെ എടുത്തിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണില്ലേ നമ്മൾ അതിലിങ്ങനെ എല്ലാവിടെ ഇങ്ങനെ കറക്കി കറക്കി കൊടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നല്ല രീതിക്ക് തന്നെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഒരു കൈ കൊണ്ട് ഇങ്ങനെ മേലെ മേലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നുണ്ടെങ്കിൽ എല്ലാവിടെയും നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടിക്കോളുക. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ 6 തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടായിലെ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. 2 3 വെച്ചിട്ട് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം കേട്ടോ, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെ നമുക്ക് പതുക്കെ വെച്ചെടുക്കാം, എന്നെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് വരുള്ളൂ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഓയിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്കത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ കോട്ടിങ്ങൊക്കെ അടർന്നു പോരും. അങ്ങനെ അത് 2 വശം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് കാണുമ്പോൾ? കഴിക്കാൻ തോന്നുന്നുണ്ടാ? ഇനി നമുക്കത് പതുക്കെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അതുകൊണ്ട് തന്നെ തിക്കി ഇടരുത്, കൂടുതലിടരുത്. 2 3 ഒക്കെ വെച്ചിട്ട് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇട്ടിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അത് പാർട്ടിക്കും ഗെറ്റ് ടുഗദറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ ലെഗ് പീസൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും മയണൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത്.